ഗായ്സ്, വെൽക്കം ബാക്ക് ടു ക്രേസി ടെക്. അങ്ങനെ ഷൗമി 17 എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു അടിപൊളി ഓൾറൗണ്ടർ കോമ്പാക്ട് ഫോണാണ്. ഒരു അടിപൊളി കോമ്പാക്ട് ഫോൺ എന്നാൽ ഞാൻ പറയുള്ളൂ. കാരണം ഇതിൽ വന്ന സ്പെക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ ഡിസ്പ്ലേ അടിപൊളി, ബാറ്ററി അടിപൊളി, ക്യാമറ അടിപൊളി, അതുപോലെ പെർഫോമൻസ് അടിപൊളി, ഒക്കെ അടിപൊളി. ഈ ഫോണിനെ പറ്റി രണ്ട് പോരായ്മകളേ ഉള്ളൂ. ഒന്നാമത് മറ്റേ ഹീറ്റിംഗ് ഇഷ്യൂ. കുഞ്ഞു ഫോണായതുകൊണ്ട് മറ്റേ സ്നാപ്ഡ്രാഗൺ 8 എന്ന് പറഞ്ഞ വലിയൊരു ആൻഡ്രോയിഡ് തന്നെ ചിപ്സെറ്റും ഉള്ളതും കൊണ്ട് നന്നായി ഹീറ്റാവും. സാധാരണ ഒരു ഫോണിന് 1 മണിക്കൂർ 1.5 മണിക്കൂർ കളിക്കുമ്പോൾ ഹീറ്റാവും. ഇത് കോമ്പാക്റ്റും കൂടി കൊണ്ട് ആ ഹീറ്റിംഗ് ഇഷ്യൂ കുറച്ചും കൂടി കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കുഞ്ഞു ഫോണായതുകൊണ്ട് അത് ആ ഹീറ്റിംഗ് ഇഷ്യൂ താങ്ങൂല. അപ്പോൾ അൺഡുട്ടും അതുപോലെ തന്നെ ബെഞ്ച് മാർക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ സെക്യൂരിറ്റി അപ്ഡേറ്റ്. ഷൗമീനെ ഏത് വീഡിയോയിലും ഞാൻ പറയേണ്ടത് ഷൗമി 15 ഒരു ഫുൾ റിവ്യൂ ഞാൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ സെക്യൂരിറ്റി പാച്ചസ് ഷൗമി നേരെ കൊടുക്കണില്ല. പക്ഷെ ഹൈപ്പർവോയ്സ് അടിപൊളി കേട്ടോ. ഹൈപ്പർവോയ്സ് നല്ല സ്മൂത്ത് UI ആണ്. ഒരു ലാഗോ ഇഷ്യൂസ് ഒന്നുമില്ല. മറ്റേ റെഡ്മി ഫോണൊക്കെ ആദ്യം ഇറങ്ങിയപ്പോൾ മറ്റേ മ്യൂ എന്ന് പറഞ്ഞൊരു ഇൻ്റർഫേസ് ഉണ്ടാകും. അതാണ് കുറച്ച് ലാഗ് ഇഷ്യൂ. പക്ഷെ ഹൈപ്പർവോയ്സ് ഭയങ്കര സ്മൂത്ത് UI. അപ്പോൾ എനിക്ക് പറയാനുള്ള സെക്യൂരിറ്റി പാച്ചസും അതുപോലെ ഹീറ്റിംഗ് ഇഷ്യൂ, ഈ 2 കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഭയങ്കര ഡൗൺ ഗ്രേഡ് തോന്നുള്ളൂ. അതിപ്പോൾ ഷൗമി 15 കാര്യം വന്നാലും ഹീറ്റിംഗ് ഇഷ്യൂവും അതുപോലെ സെക്യൂരിറ്റി പാച്ചസും കിട്ടിയെന്നില്ല അധികം. അത് ഷൗമി നേരാക്കണം സെക്യൂരിറ്റി പാച്ചസ്. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ വല്ല സോഫ്റ്റ്വെയർ അപ്ഡേറ്റോ ചെയ്ത് ശരിയാക്കണം. അപ്പോൾ ഷൗമി 15 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഷൗമി 17 എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ആ ക്യാമറ ലയിക്കേണ്ട അതേ സെറ്റപ്പ് തന്നെ. 50 MB, അതിൽ തന്നെ ഒരു അൾട്രാ വൈഡ്, അതുപോലെ തന്നെ ഒരു മെയിൻ സെൻസർ, പിന്നെ ഒരു ടെലിഫോട്ടോനെ പറ്റി പറഞ്ഞാൽ 5x ലോസ്ലെസ് സൂം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടെലിഫോട്ടോ 50 MB OIS ഒക്കെ ഉണ്ട്. ടെലിഫോട്ടോ 50 MB, പ്രൈമറി 50 MB, അൾട്രാ വൈഡ് 50 MB. ടെലിഫോട്ടോൻ്റെ കാര്യം തന്നെ OIS ഒക്കെ ഉണ്ട്. അതിലെന്ന് പറഞ്ഞാൽ 20x ഒരു അൾട്രാ സൂം ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈക്കേൻ്റെ കളർ ട്യൂണിങ് ഒക്കെ ഉള്ളത് കൊണ്ട് അത് അടിപൊളി ഫോട്ടോ ആണ്. പിന്നെ ഇനി മെയിനായി പറയാനായിട്ട് ലൈക്കൻ അതുപോലെ കളർ ടോണും അതുപോലെ തന്നെ അവരുടെ ഒരു പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ ലൈക്കേൻ്റെ ഒരു കളർ കൺസിസ്റ്റൻസി ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഈ ഫോൺ നിങ്ങൾ നിരാശപ്പെടുത്തൂല. അതെന്തായാലും നിങ്ങൾ വാങ്ങിക്കോളി. അപ്പോൾ ഈ ഫോണിനെ പറ്റി പറഞ്ഞാൽ ലൈക്കേൻ്റെ ഒരു കളർ ട്യൂണിങ് ആണ് ഇതിൻ്റെ ക്യാമറയിൽ പിടിച്ചത്. അപ്പോൾ ലൈക്കേൻ്റെ ഒരു മറ്റേ പ്രോസസ്സിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഈ ഫോൺ. എന്തായാലും ഒരു അടിപൊളി ഓപ്ഷനാണ്. കോമ്പാക്ട് ഫോണിൻ്റെ കാര്യം പറഞ്ഞാൽ ഷൗമിയാണ് പിന്നെ നല്ല കോമ്പാക്ട് ഫോണൊക്കെ. ഇപ്പോൾ ഷൗമി 15 ഇതിൻ്റെ അടുത്ത് ആരെങ്കിലും 65,000 ഷൗമി 15 ഇറക്കിയപ്പോൾ ആരെങ്കിലും ഇതിൻ്റെ അടുത്ത് 65,000 ബെസ്റ്റ് കോമ്പാക്ട് ഫോൺ ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയും ഷൗമി 15 ആണ്. ഇപ്പോൾ ഷൗമി 70 വന്നപ്പോൾ 90,000 ഉറുപ്പ്യാണ്. ഒരു 25,000 വ്യത്യാസമുണ്ട്. അപ്പോൾ 25,000 കൂട്ടി. അപ്പം ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ ഷൗമി 15 ഷൗമി 17 ലുക്ക് എന്തായാലും ഒരുപോലെയാണ്. അതിൽ ആകെ മാറ്റം വന്നത് ചിപ്സെറ്റ് മാറി, അതുപോലെ തന്നെ ബാറ്ററി MAH കൂട്ടിയാണ് കേട്ടോ. ബാറ്ററി MAH 6330 mAh ബാറ്ററി വെക്കണം. ഈ കോമ്പാക്ട് ഫോണിൽ, ഈ ഒരു ചെറിയൊരു കുഞ്ഞു ഫോണിൽ എങ്ങനെ 6330 mAh ഒക്കെ കുത്തിത്തിരിക്കുക? അടിപൊളി ബാറ്ററി ലൈഫാണ്, അടിപൊളി. ബാറ്ററിനെ പറ്റി പറയാൻ 6330 mAh ഒരു വലിയ ബാറ്ററി തന്നെ. ചാർജ് ചെയ്യാൻ വേണ്ടി 100 വാട്ടിൻ്റെ ഒരു ഫ്ലാഷ് ചാർജറും വയർലെസ് ചാർജർ 50 വാട്ടിൻ്റെ. അപ്പോൾ ബാറ്ററി എന്ന് പറഞ്ഞാൽ മോനെ 6330 mAh എന്ന് പറയുമ്പോൾ ഒരു 2 ദിവസത്തെ ബാറ്ററി നിങ്ങൾക്ക് എന്തായാലും കിട്ടും ഞാൻ പറയുള്ളൂ. 2 ദിവസമല്ല, ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് ഫുൾ ഡേ ബാറ്ററി ലൈഫ് കിട്ടും. കാരണം പിന്നെന്താ, ഈ 6330 mAh മറ്റേ ബാറ്ററി ഇല്ല, സിലിക്കൺ കാർബൺ വെച്ചിട്ടുണ്ടാക്കുന്നത്. അത് തന്നെ എല്ലാ കമ്പനീസും ഇപ്പോൾ ചാർജ് പെട്ടിൻ്റെ അകത്തുനിന്ന് നൈസായി ഒഴിവാക്കുന്നുണ്ട്. പക്ഷെ ഇവരതൊന്നും ചെയ്തില്ല. ഇവർ പിഷ്കത്തൊന്നും കാട്ടാതെ പെട്ടിൻ്റെ ഉള്ളിൽ 100 വാട്ടിൻ്റെ ഒരു ഹൈപ്പർ ചാർജർ കൊടുത്തു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഷൗമി എന്ന് പറഞ്ഞ കമ്പനി അത് പൈസ കൂട്ടിയാലും അത് മുതലായി ബാറ്ററി കൊടുക്കും, അതുപോലെ തന്നെ
ചാർജിങ് സ്പീഡും കൊടുക്കും, അതുപോലെ തന്നെ ക്യാമറ പെർഫോമൻസ് എല്ലാം കൊടുക്കും. 25,000 കൂട്ടിച്ചാലും നമുക്ക് വേണ്ട എല്ലാം കൊടുക്കും. ആ സെക്യൂരിറ്റി പാച്ചസും ആ മറ്റേ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും സോൾവ് ആക്കിയ 90,000 ഉറുപ്പിക്ക് ഈ ഫോൺ ഒരു അടിപൊളി ഫോൺ. നല്ലൊരു ഓൾറൗണ്ടർ കോമ്പാക്ട് ഫോൺ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ഓൾറൗണ്ടർ കോമ്പാക്ട് ഫോൺ. അത് 90,000 ഉറുപ്പിക്ക് നിങ്ങൾ നോക്കണ്ടിച്ച. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 5 എന്ന് പറഞ്ഞ ഒരു ചിപ്പ് സെറ്റാണ് കൊടുത്തത്. UFS 4.1 ഒക്കെയാണ് കൊടുത്തത്. അതും അടിപൊളി. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു ലാഗ് ഇഷ്യൂസ് ഒന്നുമില്ല, അടിപൊളി. ക്യാമറയെ പറ്റി കുറച്ചും കൂടി ഞാൻ ഡീറ്റെയിൽ ആയി പറയാന്ന് വെച്ചാൽ ഫ്രണ്ട് ക്യാമറ 50 MB ആണ്. അതുപോലെ ബാക്കിൽ 50 MB ക്യാമറ ആണ്. 50 MB വൈഡ്, 50 MB ഒരു മെയിൻ സെൻസർ, അതുപോലെ 50 MB ടെലിഫോട്ടോ. ഈ 4 സെൻസർ വെച്ചിട്ട് നിങ്ങൾക്ക് 4K 60 FPS വീഡിയോ സപ്പോർട്ട് ഉണ്ട്. അതും വെറും വീഡിയോസ് അല്ലേ, HDR വീഡിയോസ്, ഡോൾബി വിഷൻ. അപ്പോൾ ഞാൻ പറയാൻ വെച്ചാൽ ഒരു അടിപൊളി ക്യാമറ നിങ്ങൾക്ക് ഈ പ്രൈസിന് കിട്ടാൻ പോണത് അത് ഷവമി തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദി ബെസ്റ്റ് ചിപ്പ് സെറ്റും അതുപോലെ എല്ലാം കൊടുത്തതുകൊണ്ട് ഈ ഫോണ് അധികം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഡിസ്പ്ലേ നമ്മൾ പറഞ്ഞിട്ടില്ല. ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അടിപൊളി ഡിസ്പ്ലേ. 1 Hz to 120 Hz. പിന്നെന്താ റിഫ്രഷ് റേറ്റ് ആവണ LTP AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തത്. അതുപോലെ 3500 നിറ്റിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്, PWM ഡിമ്മിങ് ഉണ്ട്, 2160 Hz. പിന്നെ അതുപോലെ HDR വീഡിയോസ്, പിന്നെ ഡോൾബി വിഷൻ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 68 ബില്യൺ കളേഴ്സാണ് ഡിസ്പ്ലേയിൽ കൊടുത്തത്. അപ്പം ഞാൻ പറയാൻ വെച്ചാൽ ഒരു ടോപ്പ് നോച്ച് ഡിസ്പ്ലേനെ കൊടുത്തത്. ക്യാമറ ടോപ്പ് നോച്ച്, അതുപോലെ ഡിസ്പ്ലേ ടോപ്പ് നോച്ച്, ഒക്കെ അടിപൊളി. ഈ ക്യാമറ സാമ്പിൾസ് വേണച്ചാൽ ഞാൻ ഈ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക വെച്ചാൽ, ലൈക്കയുടെ പ്രോസസ്സിങ് ഇഷ്ടപ്പെടുക വെച്ചാൽ നിങ്ങൾ ഈ ഫോൺ തോന്നി. അപ്പം ഞാൻ പറയാൻ വെച്ചാൽ ഒരു ഓൾറൗണ്ടർ ഫോൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് പിന്നെ മെറ്റാലിക് ബോഡി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ IP68 69 ഒക്കെ കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൽ വീണാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ വെള്ളത്തിച്ചും തോട്ടിക്കൊന്നും ഈ സാധനം മുക്കന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മുക്കി കഴിഞ്ഞിട്ട് പിന്നെ പ്രശ്നമാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് IP68 69 ഡസ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ടിച്ചാലും നിങ്ങൾ മുക്കാൻ പാടില്ല വെള്ളത്തിലൊന്നും. അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ. ഷവമി 17 ഒരു അടിപൊളി കോമ്പാക്ട് ഫോണാണ് ഫോർ 19,000. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പറ്റുവാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളൊന്ന് കണ്ടോ, നമുക്ക് വാച്ച് അവർ കൂടാണ്. ശരി.